ഇത് ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ഹൂ കെയർസ് എന്ന നിലപാടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തത് എന്നുള്ളതാണ്. നിങ്ങൾ പല പ്രേക്ഷകരും നമ്മളോട് ചോദിക്കുന്നുണ്ട്, മെസ്സേജ് അയച്ചും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഇത്രയും സമയം ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്? ഇതൊരു വെറുമൊരു സാധാരണക്കാരനല്ല, MLA ആണ് എന്ന് ആലോചിക്കണം. ലൈംഗിക ആരോപണ കേസ് പരാതി ഉയർന്ന ഒരാളാണ് എന്ന് ആലോചിക്കണം. കേസെടുത്ത ആളാണ്. പോലീസ് ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും 8 ദിവസവും നമ്മൾ ആകെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാഹുൽ എവിടെ എന്നുള്ളതാണ്. KV ബൈജു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു, ഇന്നലെ നാടകീയമായ നീക്കങ്ങളായിരുന്നു ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. നമ്മളായിരുന്നു ഉച്ചയോടെ ആ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവിടെ പോലീസ് നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യം അത് രാത്രി ഒരുപാട് സമയം നീണ്ടു. കോടതി സാധാരണ സമയത്തിനപ്പുറത്തേക്കും പ്രവർത്തിക്കുന്നു. കൂടുതൽ പോലീസുകാർ അവിടേക്ക് എത്തുന്നു. പക്ഷേ പിന്നീട് പോലീസ് അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? അശ്വതി, പോലീസിൽ നിന്നുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ ടവർ ലൊക്കേഷൻ ലഭിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടി എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ വലിയ സുരക്ഷ ഈ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിൽ ഒരുക്കിയെന്നാണ് കാര്യമാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി വൈകിയും കാസർഗോഡ് ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ SP-യുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും പോലീസ് കരുതുന്നത് ഏതെങ്കിലും തരത്തിൽ പോലീസിലെ അറസ്റ്റ് കൈവരിക്കാതെ കോടതിയിൽ കീഴടങ്ങാനുള്ള നീക്കങ്ങൾ തന്നെയാണ് രാഹുൽ നടത്തുന്നതെന്നാണ്. അതിന് ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്, ജഡ്ജി ഇന്നലെ 5 മണി കോടതി സമയം കഴിഞ്ഞ് കൂടുതൽ സമയം കോടതിയിൽ ചെലവഴിച്ചതും അത്തരത്തിലൊരു നീക്കം ഏതെങ്കിലും അഭിഭാഷകന്റെ ഭാഗത്ത് ഉണ്ടായോ എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ഹോസ്ദുർഗ് കോടതി തന്നെയായിരിക്കും ഇന്നും ശ്രദ്ധാ കേന്ദ്രമാവുക. പ്രത്യേകിച്ച് അതിർത്തിയിൽ കർണാടകയിൽ നിന്നും ഉള്ള അതിർത്തികളിലെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഏത് വിധേനയും രാഹുലിനെ അറസ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. ആ രീതിയിലുള്ള നീക്കങ്ങൾ ഇന്നുണ്ടാകും. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നവരെ ഉണ്ടായ രീതിയിലുള്ള നീക്കങ്ങൾ ആയിരിക്കില്ല പോലീസിന്റെ ഭാഗത്ത് ഇന്നുണ്ടാവുക. കൃത്യമായി അറസ്റ്റ് ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനം BB അരുണും TG സജിത്തും സൂചിപ്പിച്ചത് തന്നെയാണ്. കർണാടകയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കർണാടക പോലീസിന്റെ ഒപ്പം പ്രബല വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വലിയ പിന്തുണ രാഹുലിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സാഹചര്യം ഒരുക്കിയതൊക്കെ അവർ തന്നെയാണ്. പോലീസിൽ അറസ്റ്റ് കൈവരിക്കാതെ കോടതിയിൽ കീഴടങ്ങാൻ നീക്കമാണ്. ഇതിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകുന്നുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകരൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായ നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. അതിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. എത്രയും പെട്ടെന്ന് കോടതിയിൽ കീഴടങ്ങുക എന്ന് തന്നെയാണ് രാഹുൽ ഉദ്ദേശിക്കുന്നതെന്നാണ് പോലീസിന് ഇന്റലിജൻസ് വിഭാഗത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നും ഹോസ്ദുർഗ് കോടതി തന്നെയായിരിക്കും ശ്രദ്ധാ കേന്ദ്രം. 11 മണിയോടുകൂടി മാത്രമേ ഈ കീഴടങ്ങുകയാണെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്താൻ സാധിക്കൂ. അത് കോടതി സമയം കഴിഞ്ഞാൽ 5 മണി കഴിഞ്ഞാൽ കീഴടങ്ങുന്ന കാര്യത്തിൽ വലിയ സാങ്കേതിക പ്രശ്നമുണ്ട്. മജിസ്ട്രേറ്റ് ചേംബറിൽ തന്നെ ഉണ്ടാകണം. അത്തരം നീക്കങ്ങൾ ഇന്നും ഉണ്ടാകുമോ? പക്ഷേ ഹോസ്ദുർഗ് കോടതിയിൽ ഇന്നും പോലീസ് കാവൽ ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രധാനം സുള്യ വഴി കടക്കാൻ കഴിയുന്ന ജാൽസൂർ മേഖലകളിൽ കേരള പോലീസ് വാഹന പരിശോധന ഉൾപ്പെടെ നടത്തും. അതോടൊപ്പം പാണത്തൂർ ഭാഗങ്ങളിലും. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും പോലീസിന് സഹായം ലഭിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലും കാസർഗോഡ് ജില്ലയിലെ ചില സമാനമായ കേസിൽ പുറത്താക്കപ്പെട്ട നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഒക്കെ രാഹുലിന് വലിയ പിന്തുണ ഇപ്പോഴും നൽകുന്നുണ്ട് ഈ ഒരു നീക്കങ്ങൾക്ക്. എന്തായാലും ഈ സാധ്യത പോലീസ് കണക്കാക്കുന്നു. ഹോസ്ദുർഗ് കോടതിയിൽ ഇന്നും കീഴടങ്ങിയേക്കുമെന്ന ഒരു തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഇന്നലെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകീയമായ നീക്കങ്ങൾ കോടതിയിലുണ്ടായി. അതും കോടതി സമയം കഴിഞ്ഞ് 6 മണിക്ക് ശേഷം രാത്രിയോടുകൂടി വലിയ തോതിൽ പോലീസ് വിന്യാസമൊക്കെ ഉണ്ടായിരുന്നു. അത് 2 തരത്തിലാണ് ഈ ഒരു പോലീസിന്റെ സുരക്ഷ ഉണ്ടാക്കിയത്. കാരണം ഒന്ന്, കീഴടങ്ങുമെന്ന ഈ ചേംബറിൽ ജഡ്ജി തുടരുന്ന സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ കീഴടങ്ങും എന്ന ഒരു കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യം, പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി, പുത്തൂറിൽ നിന്നും പിടിയിലായി ഹോസ്ദുർഗ് കോടതിയിലേക്ക് കൊണ്ടുവരുമെന്ന്. ഈ 2 വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കങ്ങൾ ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ വൈകിയും ഈ പോലീസ് വിഭാഗത്തിനുണ്ടായത്. പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വസതിയിലേക്ക് പോയതിനു ശേഷമാണ് മുഴുവൻ പോലീസ് പോസ്റ്റിംഗ് അവിടെ നിന്ന് പിൻവലിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ ഇന്നും ഹോസ്ദുർഗ് കോടതി പരിസരത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ നടക്കുന്ന നീക്കങ്ങൾ പ്രേക്ഷകരിലേക്ക് നമുക്ക്
എത്തിക്കേണ്ടതുണ്ട്. ബൈജുലേക്ക് വരാം. ഞാൻ സജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ആരാണ് രാഹുലിന് ഇപ്പോഴും സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. പലതവണ പറഞ്ഞ് ഇപ്പോഴുള്ള പരാതി, ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പരാതിക്കാരി ആദ്യം പരാതി നൽകിയത് മുഖ്യമന്ത്രിക്കാണ്, പാർട്ടിക്കല്ല. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിൽ സജീവമാവുകയും മറ്റ് സിനിമാ താരങ്ങളെ ഇറക്കി താൻ സംശുദ്ധനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് രാഹുലിന്റെ നടന്നിരുന്നു. ഇപ്പോൾ പാർട്ടി കൈയൊഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. ഒപ്പം നിന്ന നേതാക്കളെല്ലാം തിരിച്ചു പറയാൻ തുടങ്ങി. ഇനി എന്താണ് രാഹുലിന്റെ, ഏത് രീതിയിലായിരിക്കും രാഹുലിന്റെ നീക്കങ്ങളെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? രാഹുലിന്റെ നീക്കം ഏറ്റവും പ്രധാനം അടുത്ത നിയമസാധ്യത തേടുക എന്നതാണ്. അത് ഹൈക്കോടതിയിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ തന്നെ രാഹുലിന്റെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ സൂചന നൽകിയിരുന്നു. ഇന്ന് ഹർജി ഫയൽ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ തന്നെ അത് സംബന്ധിച്ച വാർത്തകൾ വന്നേക്കാം. മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈ വിഷയത്തിലെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപനമടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടാവാം. ഇതിനിടയിൽ രാഹുലിന്റെ അറസ്റ്റ് വാർത്തകളും ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇന്നത്തെ പകലിന്റെ ഒരു പ്രത്യേകത അതുതന്നെയാണ്. ഇതിനിടയിൽ അശ്വതി, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് രാഹുൽ അനുകൂലികൾ വീണ്ടും രംഗത്തെത്തുന്നു എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇപ്പോഴും പ്രവഹിക്കുന്നുണ്ട്. പഴയത്ര ശക്തിയില്ലെങ്കിൽ കൂടിയും ഇപ്പോഴുമുണ്ട്. രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് ഇനിയും നിയമസാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ അസ്തമിക്കുന്നില്ല, കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയാലും കോൺഗ്രസ്സുകാരനായി തുടരും, ഇങ്ങനെയൊക്കെ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൈബറിടത്ത് ഇപ്പോഴും ചർച്ച നടത്തുന്ന ചിലരെങ്കിലുമുണ്ട്. അത് പഴയത്ര ഊർജ്ജമില്ലെന്ന് മാത്രം. എന്തായാലും കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവർക്ക് ഒരു തരത്തിലും ഇനി രാഹുലിനെ ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം രാഹുലിനെ ന്യായീകരിച്ചത് തന്നെ രാഷ്ട്രീയമായ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് വിലയിരുത്തൽ അവർ നടത്തിയതാണ്. നടപടിയെടുക്കാൻ വൈകിപ്പോയി, അതിൻ്റെ രാഷ്ട്രീയ നഷ്ടം പേറുകയാണ് കോൺഗ്രസ്. ഇത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഉപ്പയിലേക്ക് പോയതിൽ നേതാക്കൾക്കാണ് ഉത്തരവാദിത്തം എന്ന് വികാരമുള്ളവരാണ് പാർട്ടിക്കകത്ത് പൊതുവിലുള്ളത്. എന്തായാലും ഇവരൊക്കെ ഇന്ന് പരസ്യമായ നീക്കങ്ങൾ ഒരുപക്ഷെ കൂടുതൽ നടത്തിയേക്കാം. ഇത്തരത്തിൽ വൈകിപ്പോയി എന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പതിവ് രീതി അനുസരിച്ച് കൂടുതൽ ശക്തമായ ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞതാണ്. പക്ഷേ എന്തായാലും കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വളരെ പ്രതികരണങ്ങൾക്കൊക്കെ വളരെ പക്വത വരുത്തിയുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് നേതാക്കളും കടന്നിരിക്കുന്നത്. ഇന്നത്തെ പകൽ ദിനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ വീണ്ടും ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിക്കുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കാത്തിരിക്കുന്നത്. അതാണ് തുടക്കത്തിൽ അരുൺ സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ആദ്യ കേസിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള കേസായി രണ്ടാമത്തെ കേസ് മാറുമോ എന്നതാണ്. കാരണം ആ പരാതിക്കാരിയുടെ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ അവർ മൊഴി നൽകിയാൽ സാഹചര്യം മാറും, അത് കൂടുതൽ രൂക്ഷമായ നീക്കത്തിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ ഒരു കേസിന് പുറമെ മറ്റൊരു കേസ് എന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയിലെ ഇന്നത്തെ ജാമ്യാപേക്ഷയുടെ നീക്കങ്ങൾ എത്ര കണ്ട് ഫലം കാണുമെന്നത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം അന്വേഷണ സംഘം അത്തരമൊരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ രാവിലെ തന്നെ ഈ അതിജീവിതയുടെ മൊഴിയെടുക്കാനാണ് സാധ്യത. അതാണ് അരുണിനോട് ആ കാര്യങ്ങൾ കൂടി ഒന്ന് വിശദമായി ചോദിക്കണം. അരുൺ, ഈ വിഷയത്തിൽ നേരത്തെ ഇപ്പോൾ നടക്കുന്ന കേസിലെ അതിജീവിതയെ പറഞ്ഞിരുന്നത് അവർ രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്, പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു അത് എന്ന രീതിയിൽ പറഞ്ഞ രാഹുലിന് പക്ഷേ ഈ കേസിൽ അത് പറഞ്ഞ് മാറി നിൽക്കാനാകില്ല. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തുവെന്ന വളരെ ഗൗരവമുള്ള കേസ്, അതിൽ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അശ്വതി, ആ കേസിൽ പോലും ആദ്യം അശ്വതി സൂചിപ്പിച്ച കേസിൽ പോലും രാഹുലിന്റെ വാദങ്ങൾ നിലനിന്നില്ല എന്നുള്ളതാണ് നേരത്തെ സെഷൻസ് കോടതി വിധി വ്യക്തമാക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം മുൻകൂർ ജാമ്യ ഹർജിയിലൊക്കെ കോടതി പരിഗണിക്കുക ജാമ്യം നൽകാൻ കഴിയുന്ന വകുപ്പുകളുണ്ടോ, അതിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമാണ്. പക്ഷേ ഇതിൽ കേസിന്റെ മെറിറ്റിലേക്ക് കൂടി കടന്നുകൊണ്ടുള്ള ഒരു വിധിയാണ് സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. വളരെ കൃത്യമായി രാഹുലിനെതിരെ കുറ്റകൃത്യം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് തന്നെ കോടതി ആ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതായത് വെറും ആരോപണങ്ങളല്ല, ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളുണ്ട്. ഇരയെ സ്വാഭാവികമായും ഇരയുടെ ഒരു മാനസിക പശ്ചാത്തലം മുതലെടുത്ത് ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന, അവിടെ നിന്ന് വലിയ ക്രൂരതകൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന സമയത്ത് അത്തരമൊരു ആ ഒരു മാനസികാവസ്ഥ മുതലെടുത്ത് ബന്ധം സ്ഥാപിക്കുന്നു. പിന്നീട് വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുന്നു. ആ വാഗ്ദാനം നൽകിയ ശേഷം ഗർഭിണിയാക്കിയ ശേഷമാണ് വീണ്ടും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത്. വളരെ കൃത്യമായുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ഇന്നലെ ആ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. അവിടെ തന്നെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ്. രാഹുലിനെതിരെ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്ന കുറ്റമെന്ന് കൂടി കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കേസിൽ പോലും രാഹുലിന് അത്ര എളുപ്പമല്ല. ഇനിയും
ഒരുപക്ഷെ ജാമ്യമൊക്കെ ലഭിച്ച് മുന്നോട്ട് പോകാൻ. ഈ കേസാകട്ടെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ, വളരെ കൃത്യമാണ് പെൺകുട്ടിയുടെ പരാതി. അവൾ ആ പരാതിയിൽ ഉറച്ചു നിന്നാൽ അവൾ ഈ ആരോപണങ്ങളിൽ ഉന്നയിച്ചത് നേരത്തെ ആദ്യം മാധ്യമങ്ങളോട് ഈ പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ ഈ കേസിന്റെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ ആളുകളും ഒക്കെ പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ ഒരു കേസ് വന്നപ്പോൾ അടുത്ത പരാതിയുമായി വന്നതല്ല. വളരെ നേരത്തെ തന്നെ ഈ പെൺകുട്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ രാഹുലിന്റെ പരാതി ഉയർന്നു വന്നപ്പോൾ തന്നെ ചില മാധ്യമങ്ങളോട് ചില ചാനലുകളോട് ഈ പെൺകുട്ടി തനിക്കുള്ള ദുരവസ്ഥ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് പുറത്തു വരാത്തെന്ന് അവൾ പറഞ്ഞതാണ്. അതിനുശേഷം വളരെ വിശദമായാണ് ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അവൾ പറഞ്ഞത് തനിക്ക് ഈ പരാതി പറയാനുള്ള ഭയത്തിന് കാരണം ഇപ്പോൾ പരാതിയുമായി വന്ന പെൺകുട്ടി നേരിടുന്ന അതികഠിനമായ വളരെ സംഘടിതമായ സൈബർ ആക്രമണമാണ്. അവരുടെ കുടുംബത്തെ പോലെ തെരഞ്ഞെടുപ്പിച്ച് നടത്തുന്ന ആക്രമണമാണ്. ആ ആക്രമണങ്ങൾ തന്നെയാണ് തന്നെ ഭയപ്പെടുന്നവൾ പറയുന്നു. അതുകൂടി ഇന്നലെ കോടതി പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കോടതി പരിഗണിക്കുമ്പോഴും ഇത്തരത്തിൽ പെയ്ഡ് ആക്രമണം എന്ന് പോലും, അതായത് രാഹുലിനെ അനുകൂലിച്ച് വരുന്നവരൊക്കെ ഒരു പക്ഷേ രാഹുലിനോടുള്ള ആരാധന കൊണ്ടോ രാഹുലിന്റെ സൗഹൃദം കൊണ്ടോ മാത്രം വരുന്നത് കരുതാനാകില്ല. അത് സിനിമാ താരങ്ങളായാലും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളായാലും വളരെ കൃത്യമായി പെയ്ഡ് ആണ് എന്നതിലുള്ള സൂചനകൾ കൂടി അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അങ്ങനെ ചില അകത്താകുമ്പോഴും രാഹുൽ ഈശ്വർ അകത്താണ്. ഇന്നലെയും അയാൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. സന്ദീപ് വാര്യർ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ്, KPC ജനറൽ സെക്രട്ടറി, ഈ കേസിൽ പ്രതിസ്ഥാനത്താണ്. അങ്ങനെ നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തന്നെ പുറത്താക്കുമ്പോഴും ഈ സൈബർ ആക്രമണം, രാഹുൽ ബ്രിഗേഡിന്റെ ആക്രമണം അവസാനിക്കുന്നത് ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആ പെൺകുട്ടിയുടെ ചിത്രം സഹിതം, ആദ്യം പരാതി നൽകിയ ഇരയായ പെൺകുട്ടിയുടെ ചിത്രം സഹിതം പ്രചരിപ്പിച്ചുകൊണ്ട് സൈബർ ആക്രമണം നടത്തുകയാണ്. അവർ CPMന്റെയും BJPയുടെ ഏജന്റാണ്, 3 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ഗൂഢാലോചനയാണ് ഫലപ്രാപ്തിയിലെത്തിയതെന്ന് അടക്കം പറഞ്ഞുകൊണ്ട് വളരെ നീചമായ സൈബർ ആക്രമണം ഇപ്പോഴും ആ ഇര നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഇരകൾ പരാതിയുമായി വരാൻ മടിക്കുന്നത്. അവർക്ക് സംരക്ഷണം നൽകുമെന്ന് സർക്കാർ പറയുമ്പോഴും ഈ ആക്രമണം തുടരുകയാണ്. ഈ ഒരാൾ ജയിലിലായിരിക്കുന്നു, അടുത്തയാൾ ജയിലിലേക്കുള്ള വഴിയിലാണ്. അപ്പോഴും ഈ സൈബർ ആക്രമണം നിർത്താൻ ഈ സംഘം തയ്യാറാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.